ഭാര്യയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാറുണ്ടോ? നേരത്തെ വീട്ടിൽ പോകാൻ മടി തോന്നാറുണ്ടോ? സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം കൈവിട്ടു പോകുമെന്ന പേടിയുണ്ടോ? ഇന്ന് പല പുരുഷന്മാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലിംഗ ഉദാഹരണ പ്രശ്നം അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഹായ്, ഐ എം ഡോക്ടർ അരുണിമ, Q1B ഹെൽത്ത് കെയർ, താമരശ്ശേരി. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ലിംഗോദാരണ പ്രശ്നം എന്നുള്ളത് ഒരു പുരുഷൻ്റെ ഒരു സെക്ഷൽ പ്രശ്നം മാത്രമല്ല, ഇതവരെ മെൻ്റലി ഫിസിക്കലി എല്ലാം ഡൗൺ ആക്കുന്നുണ്ട്. ഇത് മെൻ്റലി നോക്കുകയാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നുണ്ട്. ഭാര്യയോടൊരു അകലം വരാം, ഒരു ഗിൽറ്റ്, സ്ട്രെസ് എല്ലാം തോന്നാം. കൂടാതെ കൂടുതലായി കഴിയുമ്പോൾ അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് വരെ വരാം. പുറമെ അവർ ചിരിച്ച് സംസാരിക്കുമെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് ഇറക്ഷൻ? എങ്ങനെയാണ് ഇറക്ഷൻ ഉണ്ടാകുന്നത്? നമ്മൾ സെക്ഷലി സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ ബ്രെയിൻ സിഗ്നൽസ് അയക്കും. ബ്രെയിൻ സിഗ്നൽസ് ലിംഗത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവുകയും റിലാക്സ് ആവുകയും ഡയലേറ്റ് ആവുകയും ചെയ്യുന്നു. അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ബ്ലഡിലേക്കുള്ള രക്തയോട്ടം കൂടുമ്പോൾ ഇറക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ലിംഗോദാരണ പ്രശ്നം ഉണ്ടാകുന്നത്? അവിടേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഇറക്ഷൻ പ്രശ്നവും ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇറക്ഷൻ ഉണ്ടാകുന്നത്? നമ്മുടെ സെക്ഷലി ആക്റ്റീവ് ആകുമ്പോൾ, സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ ബ്രെയിനിലേക്ക് സിഗ്നൽ അയക്കും. ബ്രെയിൻ സിഗ്നൽ ലിംഗത്തിലേക്ക് അയക്കും. അവിടുന്ന് ബ്ലഡ് വെസൽസിൽ റിലാക്സേഷൻ സംഭവിക്കും. റിലാക്സ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആകും. അങ്ങനെ സർക്കുലേഷൻ കൂടും. എന്തുകൊണ്ടാണ് ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒന്ന് മെയിനായിട്ട് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ, അതായത് കൊളസ്ട്രോള്, ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ്. ഈ കൊളസ്ട്രോൾ ഇതിലൊക്കെ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പം ആ ഒരു സർക്കുലേഷൻ, ശരിയായ രീതിയിലുള്ള ഒരു സർക്കുലേഷൻ ഉണ്ടാകുന്നില്ല. രക്തയോട്ടം കുറയുമ്പോൾ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അടുത്തത് പിന്നെ സ്ട്രെസ്സ്. നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റിമുലേഷൻ, ശരിയായ രീതിയിലൊരു സ്റ്റിമുലേഷൻ നടക്കുന്നില്ല. അത് കാരണം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ശരീരത്തിന് വേണ്ട വിധത്തിലുള്ള വ്യായാമം ഇല്ലെങ്കിൽ ഒരു മസിൽസ് ഒന്നും സ്ട്രെങ്തൻ ഉണ്ടാവില്ല. മസിൽസിന് സ്ട്രെങ്ത് ഇല്ലെങ്കിലും വീക്കായിട്ടുള്ളൊരു ഇറക്ഷൻ ആയിരിക്കും. അടുത്തത് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി. ഇത് രണ്ട് തരത്തിലാകാം. ഒന്ന് വിസറൽ ഫാറ്റ് കൂടുന്നത് കാരണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ വയറ് ചാടിയത് കാരണം ഒരു ഫിസിക്കലി നമുക്ക് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അവിടെ ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇറക്ഷൻ പ്രശ്നമുള്ളവർ അവരുടെ ഈ ഒരു ഇറക്ഷൻ പ്രശ്നം റിപ്പീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത്. കാരണം അത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു വാർണിംഗ് സൈൻ വരേക്കാം. എന്തെന്നാൽ ഹാർട്ടിലേക്കായാലും ലിംഗത്തിലേക്കായാലും എല്ലാം ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഇതിൻ്റെ ഒക്കെ ഒരു ഇറക്ഷൻ പ്രശ്നത്തിനും ഹാർട്ട് അറ്റാക്കിനൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിൻ്റെ ബ്ലോക്കേജസ് ആണ്. ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക. കൊളസ്ട്രോൾ എങ്ങനെയൊക്കെ കുറയ്ക്കുക? നമ്മൾ ദിവസവും നടക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഷുഗർ കണ്ടന്റ്, അതായത് പഞ്ചസാര പാടെ ഒഴിവാക്കുക, കുറച്ച് കൊണ്ടുവരിക, പിന്നെ ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്യും പ്ലേക്ക് ഫോം ചെയ്യാനുള്ള ചാൻസസ് നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുവഴി ബ്ലഡ് ഫ്ലോ ക്ലിയർ ആവുന്നുണ്ട്. രണ്ടാമത്തത്, നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ബീട്രൂട്ട്, മാതളം പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തുമ്പോൾ ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൽ ധാരാളം നൈട്രേറ്റ്സ് ഉണ്ട്. ഈ നൈട്രേറ്റ്സ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ്സ് നമ്മുടെ ഈ ബ്ലഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും കൂടുതൽ രക്തയോട്ടം അവിടേക്ക് ഉണ്ടാവാനും സഹായിക്കും. മാതളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ചിട്ട് പ്രോപ്പറായിട്ടൊരു സർക്കുലേഷൻ നമുക്ക് തരും. മൂന്നാമത്തത് ഒമേഗ-3 ഫാറ്റി ആസിഡ്. അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് നമ്മുടെ ഫാറ്റി ഫിഷ്, സാൽമൺ, മത്തി, അയില പോലുള്ള മീനുകൾ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് മാതിരിയുള്ള ഫുഡ് ഐറ്റംസ്. ഇവ എടുക്കുന്നത് മൂലം നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയാനും അതുവഴി നല്ലൊരു സർക്കുലേഷൻ കിട്ടാനും സഹായിക്കുന്നുണ്ട്. നാലാമത്തത് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ്. ദിവസവും ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ബ്രിസ്ക് വാക്ക് നടത്തുക എന്നാണ് പറയുക. അതായത് നന്നായിട്ട് കൈയും കാലൊക്കെ വീശി ആ രീതിയിൽ നടക്കുക. അതായത് ബോഡിക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. നമ്മുടെ ഹൃദയം
ബോഡിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ബോഡി വെസൽസും എല്ലാവരും നന്നായിട്ട് വിയർക്കും. മീൻസ് നമ്മുടെ ബോഡി വിയർക്കുന്നത് വഴി കൂടുതൽ സർക്കുലേഷനും കൂടുതലായിട്ടുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബേൺ ഔട്ട് ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് കൺട്രോൾ. ഉറക്കം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്നും ഉണ്ടായിരിക്കണം. ആൻഡ് സ്ട്രെസ് കൺട്രോളിന് വേണ്ടിയിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടായിരിക്കും, സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക, ഇതെല്ലാം ചെയ്തിട്ട് സ്ട്രെസ് എല്ലാം കുറയ്ക്കുക. സോ ഇത്രയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉദാഹരണ പ്രശ്നം എന്നത് ഒരു നാണക്കേട് തോന്നേണ്ട ഒരു പ്രശ്നമല്ല. ഇത് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് തരുന്ന ഒരു സിഗ്നലാണ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടാനും സ്റ്റാമിന കൂടാനും റിലേഷൻഷിപ്പൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാനിന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഇനി ഡോക്ടറുമായിട്ട് കൂടുതൽ സംസാരിക്കണമെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക.